കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ മഴ. കൈതപ്പൊയിൽ ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറി. പ്രദേശത്ത് ആദിവാസി കോളനി ഒറ്റപ്പെട്ടു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, മലയോര മേഖലയിൽ മഴ ശക്തമാകുന്നൊരു സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, കൂടുതൽ വിവരങ്ങൾ? കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ മഴ കനക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുഴകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആനക്കാമ്പയിൽ മുത്തപ്പൻ പുഴയിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം നഗരത്തെ സംബന്ധിച്ച് ഇടവിട്ടുള്ള മഴയാണ്. ഇന്ന് പുലർച്ചെ മഴയുണ്ടായിരുന്നു, പിന്നീട് വലിയൊരു ഇടവേളയുണ്ടായി. ഇപ്പോൾ 9 മണിയോടുകൂടി മഴ ശക്തമായി. ഇപ്പോൾ മഴയ്ക്ക് നഗരത്തെ സംബന്ധിച്ച് ശമനമുണ്ടായിട്ടുണ്ട്. എങ്കിലും നഗരത്തിൽ അത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മലയോര മേഖലയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ അടിവാരം കൈതപ്പൊയിൽ പ്രദേശത്തുള്ള യാത്രക്കാർക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഇരുകരകളിലേക്കുമുള്ള സഞ്ചാരം സാധ്യമാകാത്ത വിധത്തിലാണ് ഇപ്പോൾ ഈ പുഴ നിറഞ്ഞിരിക്കുന്നത്. ഈ ചെമ്പുകടവ് പാലം നിറഞ്ഞത് കാരണം ഇവിടെ ചെമ്പുകടവ് അക്കരെയുള്ള പ്രദേശത്തുള്ള നിരവധി ആദിവാസി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അവർ വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത്. മഴ കുറഞ്ഞില്ലെങ്കിൽ ഇനിയും വെള്ളം കയറാനുള്ള സാഹചര്യമുണ്ട്. നിലവിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോഴിക്കോട് വലിയ ശമനമുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ മുതലാണ് മഴ വീണ്ടും ശക്തമായി തുടങ്ങിയത്. അതും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലാണ് മഴ കൂടുതൽ ശക്തമായത്. നിലവിലുള്ള ഈ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടി വരും. അതല്ല, മഴ നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുന്ന സ്ഥിതിയുമുണ്ടാകും. എന്തായാലും നിലവിൽ ഈ ചെമ്പുകടവ് പാലം അതിൻ്റെ അക്കരെ വസിക്കുന്ന ആദിവാസികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്, ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത്. മലയോര മേഖലയിൽ ഈ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പുഴകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ മഴ. കൈതപ്പൊയിൽ ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറി. പ്രദേശത്തെ ആദിവാസി കോളനികൾ ഒറ്റപ്പെട്ടു.